അപ്പൊ ശരീരം മുഴുവൻ നനയ്ക്കുക എന്നുള്ളത് എന്താണ്? വാജിബാണ്. ശരീരം മുഴുവനും ജനാബത്തിന്റെ കുളിയിൽ നനയ്ക്കുക എന്നുള്ളത് വാജിബാണ്. ഏതെങ്കിലും ഒരു ശരീരത്തിൽ ഒരു സ്ഥലത്ത് നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുളി ശരിയല്ല. പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള മസലകൾ പറയാം. കുളീന്റെ സമയത്ത് മുസ്തഹബാണ് എന്ത്? ബിസ്മി ചൊല്ലല്. കാരണം കുളി ത്വഹാറത്തിൽ പെട്ടതാണ്. വുദു പോലെ തന്നെ തയമ്മും പോലെ തന്നെ ത്വഹാറത്തിൽ പെട്ടതാണ് എന്ത്? കുളി. അപ്പോൾ ജുംഹൂർ ഉലമാക്കളും അധിക പണ്ഡിതന്മാരും പറഞ്ഞത് തസ്മി എന്താണ്? മുസ്തഹബ. കുളിക്കുന്നതിന് മുന്നേ ബിസ്മി ചൊല്ലല് മുസ്തഹബാണ്. ശരീരം മുഴുവൻ നനയ്ക്കണം എന്നുള്ളതിൽ എന്തില്ല? ഖിലാഫില്ല. അതിൽ ഇത്തിഫാഖാണ്. ഖിലാഫുകൾ സംഭവിച്ചിട്ടുള്ള ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. തസ്മിയയിൽ ഖിലാഫ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ജുംഹൂർ ഉലമാക്കളുടെ അഭിപ്രായം. ഇനി അടുത്ത ഖിലാഫായിട്ടുള്ള സംഭവമാണ് മദ്മദ വൽ ഇസ്തിൻഷാഖ്. കുളിയിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണോ അതുപോലെ തന്നെ വായ കുപ്പിളിക്കണോ എന്നുള്ള മസലയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസിൽ നമ്മൾ ഫസ്റ്റ് വായിച്ചതിൽ എന്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിട്ടില്ല, വായ കുപ്പിളിച്ചിട്ടില്ല. പക്ഷെ മൈമുന റളിയല്ലാഹുവിന്റെ ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ത്? നമ്മൾ മുമ്പ് തുടക്കത്തിൽ തന്നെ ഈ കുളീന്റെ വിഷയം എടുത്ത സമയത്ത് നമ്മൾ പറയുന്നു, ആരെങ്കിലും വുളു എടുക്കാതെ കുളിച്ചു കഴിഞ്ഞാൽ അവന്റെ വുളു ശരിയാണോ? അവൻ അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? വുളു മൊത്തത്തിൽ തന്നെ ആവശ്യമില്ല കുളിച്ചാല്, അല്ലെ? അപ്പൊ പിന്നെ മദ്മദ ഇസ്തിൻഷാഖോ ആവശ്യമില്ല. അപ്പൊ അതാണ് സഹീഹ്. അതാണ് ഈ ഹാഫിദ് ബിൻ ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയാണ്, ഖാമൽ ഇജ്മാഉ അലാ അന്നൽ വുദുഅ ഫീ ഗുസ്ലിൽ ജനാബ ഗൈർ വാജിബ്. വുദു ജനാബത്തിന്റെ കുളിയിൽ വാജിബ് അല്ല എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. വൽ മദ്മദ വൽ ഇസ്തിൻഷാഖു മിൻ തവാബിഉൽ വുദു. അപ്പൊ ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വായക്കുപ്പിളികളും എന്തിൽ പെട്ടതാണ്? വുദുവിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഫൈദാ സഖത്തൽ വുദു സഖത്തത് തവാബിഉഹു. അപ്പൊ അദ്ദേഹം പറയാണെന്ത്? വുദു മൊത്തത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂടെ വരുന്ന അതിന്റെ ഉള്ളിൽ വരുന്ന മദ്മദ ഇസ്തിൻഷാഖും വീണുപോയി. വയുഹ്മലു മാ റൂവിയ മിൻ സിഫത്തി ഗുസ്ലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ കമാലി വൽ ഫദ്ൽ. അപ്പൊ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇങ്ങനെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയത്? ഇപ്പൊ മൈമുന റളിയല്ലാഹുവിന്റെ ഹദീസിലുള്ളതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടേണ്ടത്? അത് കമാലാണ്. നമ്മൾ പറഞ്ഞു സിഫത്തുൽ കമാലാണ്. അത് പൂർണ്ണമായിട്ടുള്ള കുളീന്റെ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? അതിനെ പരിഗണിക്കപ്പെടേണ്ടത്. ഇതാണ് ഇമാം ഷാഫി അതുപോലത്തെ ഇമാം മാലിക്കിന്റെ ഒക്കെ അഭിപ്രായം. ഇതിൽ ഖിലാഫുണ്ട്. നമ്മൾ പറഞ്ഞു ഈ മദ്മദ ഇസ്തിൻഷാഖിലൊക്കെ ഖിലാഫിലുണ്ട്. മറ്റുള്ള രണ്ട് മദ്ഹബിന്റെ ആളുകളും എന്താണ്? വാജിബാണെന്നുള്ള അഭിപ്രായമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള വാജിബല്ല എന്നുള്ള അഭിപ്രായമാണ് ഇമാം ഷാഫി മാലിക്കിയ. ഹനഫി ഹനബില മദ്ഹബുകാർ പറഞ്ഞു വാജിബാണെന്ന്.